അലീനെ സ്റ്റാൻഡിലടുത്തേക്ക് കൊണ്ടാക്കിയതിന് ശേഷവും ബാലേന്ദ്രൻ തന്നോട് സംസാരിക്കാത്തതും മിണ്ടാത്തതും വൈജിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. വൈജി അങ്ങനെ പതിയെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലാണ്. ഈ സമയം ബാലചന്ദ്രൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കതക് തുറന്ന് വൈജി പ്രവേശിക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നിഴലിലൂടെ അത് വൈജിയാണെന്ന് ബാലേന്ദ്രൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ആ മൗസ് പോയിന്റിലൊക്കെ പിടിച്ചിങ്ങനെ അമ്മയ്ക്ക് തൻ്റെ ദേഷ്യം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബാലേന്ദ്രനോട് എനിക്കൊരു കാര്യം പറയണം. എനിക്കൊന്നും കേൾക്കണ്ട. നിൻ്റെ ശല്യവും കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത്. നിൻ്റെ പ്രസൻസും നിൻ്റെ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീയുണ്ടെങ്കിൽ അവിടുന്ന് പോകാനാണ് എനിക്കിഷ്ടം. ദയവ് ചെയ്ത് എൻ്റെ മുറി നിറങ്ങിപ്പോ. വെറുതെ എൻ്റെ BP കയറ്റണ്ട. 2 തവണ അറ്റാക്ക് കഴിഞ്ഞതാ. ഇനി ഞാൻ മരിക്കണമെന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ബാലചന്ദ്ര, തനിക്ക് എന്താ പ്രശ്നം? ഏതോ അവിഹിതത്തിൽ പിറന്ന അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചല്ലോ. പിന്നെയും തനിക്ക് എന്നോട് തന്നെ എത്ര ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. ഒന്നും നിനക്ക് അറിയില്ലല്ലേടി. മിണ്ടിപ്പോവരുത് നീ. അലീനെ പറഞ്ഞു വിട്ടാ എല്ലാ പ്രശ്നം അവസാനിക്കുന്നതാണോ നീ കരുതിയത്? ഇവിടെ പ്രശ്നം അലീനയല്ല, നീയാണ് ഇവിടുത്തെ പ്രശ്നക്കാരി. ബാലേന്ദ്ര, അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തത് ബാലേന്ദ്രനല്ലേ? 23 വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരുത്തിയെ കൊണ്ടുവന്നിട്ട് അത് മകളാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും? അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ബാലേന്ദ്രൻ ആദ്യം അത് പറ. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ അഹങ്കാരം, നിൻ്റെ തലക്കനം, നീയാണല്ല എന്നുള്ള ഭാവം, അതെല്ലാം നിൻ്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. എൻ്റെ അടുത്ത് ഇറക്കണ്ട. നീയേ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക് എന്ന് പറയുമ്പോൾ വൈജ പറയാണ്, ഇല്ല, എനിക്കറിയണം. അവൾ നിങ്ങളുടെ അവിഹിത സന്തതിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി അതാണോ അതോ നിങ്ങളുടെ അവിഹിതമാണോ എനിക്കതറിയണം. അവൾ പോയതിൻ്റെ പേരിലാണോ നിങ്ങളീ കിടന്ന് പ്രകടനം കാണിക്കുന്നത്? അപ്പോഴേക്കും ആ കസേര അങ്ങോട്ട് ചാടി ഇരുന്നിട്ട് ആ കസേരയൊക്കെ തള്ളി മാറ്റിയിട്ട് വൈജയുടെ നേർക്ക് കൈ ഊങ്ങിക്കൊണ്ട് ബാലേന്ദ്രൻ ഒരു വരവ് വരുന്നുണ്ട്. അലീനെപ്പറ്റി മോശമായി സംസാരിച്ച പല്ലടിച്ചിൻ്റെ വായിൽ ഞാനിടും. നീ എന്താടേ കരുതിയത്? നിന്നെപ്പോലെ പിഴച്ച നടക്കാണെന്ന് നീ കരുതിയോടി? അപ്പോൾ ബാലേന്ദ്ര, വൈജ ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എന്താ പറഞ്ഞേ? ഞാൻ പിഴച്ചടക്കാണെന്നോ? ആര്? നല്ല ആൾ തന്നെ ഇത് പറയണം. വിവാഹത്തിന് മുമ്പേ ഞാനറിയാതെ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അത് മറച്ചു വെച്ച് ഈ 23 വർഷക്കാലം എന്നെ പറ്റിച്ച് എൻ്റെ കുടുംബത്തെ പറ്റിച്ച് ജീവിച്ചിട്ട് ബാലേന്ദ്രനാണോ എന്നോട് ഈ വർത്താനം പറഞ്ഞത്? പറയാനുള്ള എന്ത് യോഗ്യതയാ ബാലനുള്ളത് എന്ന് ചോദിക്കുകയാണ്. ദേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ എൻ്റെ വായി നീ പലതും കേൾക്കും. നീ അത്രയ്ക്ക് പതിവൃതിയൊന്നും ചമയണ്ട. ബാലൻ എന്താ ഉദ്ദേശിച്ചത്? ഞാനേ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ വൈജ. എനിക്കറിയാം എൻ്റെ നിലയും വിലയും എന്താണെന്ന്. അറിയാം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ നീ മേടിക്കും എന്ന് പറയുമ്പം വൈജ വാതിക്കലേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, അലീനെ സ്വപ്നം കണ്ട് കിടക്കായിരിക്കും അല്ലേ? അവൾ നിങ്ങളുടെ അവിഹിത സന്തതിയൊന്നുമല്ല, അവിഹിതമാണെന്ന് എനിക്കറിയാം. മനു അവളെ കെട്ടാൻ മുട്ടി നിൽക്കുക. പക്ഷേ അതിനു മുമ്പേ കെട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും വൈദ്യരുടെ അടുത്തേക്ക് പോയിട്ട് ആ കതക് വലിച്ചടക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. പറയണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. മുഖത്തടിച്ച പോലെ അവളോട് 4 നല്ല വർത്തമാനം പറയണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അലീന പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരുമ്പം അത് പറയാൻ പറ്റുന്നില്ല. ഒരിക്കലും ഈ സത്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടാണല്ലോ അലീന സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനാവാതെ ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കുകയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടിയും അലീനയ്ക്ക് വേണ്ടിയും വൈജയോട് ഭൂമിയോളം താഴ്ന്നു നിൽക്കുക കേട്ടോ ആ മനുഷ്യൻ. വൈജ ഇതൊന്നും മനസ്സിലാക്കാതെ പുറത്തു വന്നുകൊണ്ട് പല്ലുരുമിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാ പുറത്ത് നിൽക്കുന്നു കൃഷ്ണമോളും ബബിയും രോഹിയും. അമ്മയ്ക്ക് എന്താ അമ്മേ, രാവിലെ പോയോ അച്ഛനെ ചൊറിയാനായിട്ട്? മിണ്ടി പോകരുത്, ഞാൻ ചൊറിഞ്ഞാണോടി? അയാളെ എൻ്റെ ഭർത്താവാ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ 2ആയിട്ടാണ് കഴിയുന്നത്. നിങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ലേ? എനിക്കത് മനസ്സിലാവാത്തത്. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? ഞാനല്ലേ നിങ്ങൾക്ക് വലുത്? ആ അലീനയല്ലേ നിങ്ങൾക്ക് വലുത് എന്ന് ചോദിക്കാൻ കേട്ടോ. എടി, നിങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാനേ നിങ്ങളുടെ അച്ഛൻ്റെ ഭാര്യ, നിങ്ങളുടെയൊക്കെ അമ്മയാണ്. 23 വർഷം മുമ്പ് അയാൾക്ക് ഏതോ അവിഹിതത്തിൽ ജനിച്ച ആ കൊച്ച് പെട്ടെന്ന് ഒരു ദിവസം കയറി വരുമ്പോൾ നിങ്ങളാണ് അക്സെപ്റ്റ് ചെയ്യുമോ? അതിനേലേ ഞാനും ചെയ്തുള്ളൂ.
അങ്ങനെ ഒരു ഷോക്കിന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഏതോ ഒരുത്തിക്ക് ഉണ്ടായ കുട്ടിയാ, അവളെ ഞാൻ സ്വീകരിക്കണോ? അതും വന്നപാടെ അവൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത്? ഈ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ പ്രയത്നിച്ചു? കൃഷ്ണൻ ചോദിക്കുകയാണ്. ചേച്ചി പ്രയത്നിച്ച ഒരു കാര്യം അമ്മയ്ക്ക് പറയാവോ? ചേച്ചി ഇന്നേരം അച്ഛനോട് അമ്മയുടെ മിണ്ടരെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ അമ്മ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് 3 പേരോടും ഒരു വിരോധം കാണിച്ചിട്ടില്ല. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് ഒരു സെർവന്റിനെ പോലെ ആ പാവം ഇവിടെ നിൽക്കുകയല്ലേ. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ആ, നിന്റെ കണ്ണിക്കട കാണുമ്പോഴേ ഒന്നും തോന്നില്ല. ഞാനും ബാലേന്ദ്രനും ഇപ്പം 2ആയി കഴിഞ്ഞതിൻ്റെ കാരണം അവളല്ലേ? ഞാനാണോ അങ്ങോട്ട് ബാലനോട് എൻ്റെ മുറിയിൽ നിന്ന് മാറാൻ പറഞ്ഞത്? അല്ലല്ലോ, ബാലനായിട്ട് വേറൊരു മുറിയെടുത്ത് മാറിയതല്ലേ. അതെൻ്റെ കുഴപ്പമാണോ? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത് ന്യായമാണോ? അവളെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അച്ഛൻ്റെ മകളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ ആ ഒരു നകളിപ്പ് കണ്ടാൽ തന്നെ അറിയാം അവൾ ആരാണെന്ന്. ഇപ്പോൾ അവൾക്ക് പുതിയ ആഗ്രഹമല്ലേ മനുവിനെ കെട്ടാൻ. അവനെ വല വീശി പിടിച്ചിരിക്കുകയല്ലേ. മിക്കവാറുമേ അവനെ കിട്ടുന്നതിന് മുമ്പേ നിൻ്റെ അച്ഛനുമായിട്ടുള്ള കല്യാണം നടക്കും. കൃഷ്ണൻ ചോദിക്കുകയാണ്. അമ്മയ്ക്കൊരു നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്? ഛേ, ഞങ്ങളുടെയൊക്കെ പ്രായമല്ലേ അലിന ചേച്ചിക്കും. എന്നിട്ട് സ്വന്തം ഭർത്താവിനെ, അത് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളുടെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് എന്തിങ്ങനെ തോന്നുന്നു? ഓഹോ, അപ്പോൾ ഞാൻ പറഞ്ഞതാണോ കുറ്റം? നിങ്ങളുടെ തന്ന ചെയ്യുന്നൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അമ്മേ മതി, നിർത്ത് പ്ലീസ്. ഞങ്ങൾക്കതൊന്നും കേൾക്കാൻ വയ്യ. അമ്മ എപ്പോഴും അച്ഛനിങ്ങനെ ഒന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബബിതേച്ചിയുടെയും രോഹിണിയുടെ ഒക്കെ ജീവിതം ഈ രീതിക്ക് ആക്കിയെടുത്തതേ അലിന ചേച്ചി തന്നെയാണ്. ആ കോളേജിലേക്ക് ചേർക്കാൻ പോയപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു വേലക്കാരി വിചാരിച്ച് നടക്കുമെന്നൊക്കെ അമ്മ ചോദിച്ചതല്ലേ. എന്നിട്ട് എന്തായി? ചേച്ചി കാരണമല്ലേ ഈ 3rd ഇയറിൽ പോലും ചേട്ടനത് പരീക്ഷ എഴുതാൻ സാധിച്ചത്. വെറും 3-4 മാസം കൂടെ ഉള്ളൂ. അത് പോയിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഏതെങ്കിലും കോളേജിൽ ഫസ്റ്റ് ഇയർ തൊട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടി വരില്ലായിരുന്നോ? അല്ലെങ്കിലും പോട്ടെ 3rd ഇയർ ഒന്നുകൂടെ എഴുതിയെടുക്കേണ്ടി വരില്ലായിരുന്നോ? ഇപ്പം എങ്ങനായി? എന്നിട്ട് ചേട്ടനത് എഴുതിയെടുക്കാൻ പറ്റിയില്ലേ? ചേട്ടനിപ്പോൾ നല്ല മാറ്റമുണ്ട്. രോഹി പറയാണ്. അതേമേ, കൃഷ്ണമോള് പറഞ്ഞത് ശരിയാ. ഞാനിപ്പോൾ ഒത്തിരി മാറി. പണ്ട് ഏതൊരു പെണ്ണെ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ വൃത്തിയുള്ള ചെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനല്ല. ആരെ കണ്ടാലും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ബബിതയുടെയും എൻ്റെ കൃഷ്ണമ്മളുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എനിക്കിപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ലമ്മേ. അതിന് കാരണക്കാരി അലിന ചേച്ചിയാ. അവൾ എന്താടാ ചെയ്തത്? പോയിട്ട് എല്ലാവരുടെ മുഖത്ത് ഇവരുടെ മുഖം ഒട്ടിച്ചു വെച്ചോ? ഇല്ലല്ലോ. ഇല്ലമ്മേ, പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ചേച്ചി ഒരുപാട് പ്രകാശം കൊണ്ടുവന്നു. ഓരോ സ്ത്രീകളെയും എങ്ങനെ കാണണ്ടേന്നും നമ്മുടെ സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ളവരെന്നൊക്കെ പറഞ്ഞ് ചേച്ചിൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തു. അതെല്ലാം അമ്മ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്നേ വരെ അമ്മ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നോടത് പറയേണ്ടത് അമ്മയായിരുന്നു. ഒരു സ്ത്രീയെ എങ്ങനെ കാണണം, അവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെല്ലാം അമ്മയിൽ നിന്നും ഞാൻ പഠിക്കേണ്ട പാഠങ്ങളാണ്. പക്ഷെ അതൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് അലിന ചേച്ചിനെ വേണ്ടി വന്നു. ബബി പറയാണ്. അതെ, ഞാനും കുറേ റോങ് റൂട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം അലിന ചേച്ചി കണ്ടുപിടിച്ചു. ചേച്ചി എന്നെ വാൺ ചെയ്യുകയും എന്നെ കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഞാനും ആ തെറ്റായ വഴിയിലൂടെ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓഹോ, എല്ലാവർക്കും അവൾ എന്തൊരു പുണ്യാളത്തിയാ. എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛനും മക്കളും എല്ലാം അവളുടെ നേരെ തിരിഞ്ഞാൽ അവൾക്ക് മതിയല്ലേ ഇപ്പോൾ. അവളോടൊന്ന് പോയാലും എനിക്കൊരു സമാധാനം തരില്ല. നാശം പിടിച്ചവൾ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവൾ ചത്തെന്നറിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സമാധാനമാവോ? അമ്മ എന്ത് ചെയ്യാനാ പോണത്? അമ്മയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് കൃഷ്ണൻ പറയുമ്പം, നീ വൈജയനെ അങ്ങനെയാണോ കരുതിയത്? ഞാനൊന്ന് മൂളിയാൽ മതി, ആ നിമിഷം തീരും നിൻ്റെ അലീന ചേച്ചി. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലമ്മേ. ഒരു സമയത്ത് അമ്മയുടെ ആങ്ങളമാർ കുറേ ശ്രമിച്ചതല്ലേ, എന്നിട്ട് എന്ത് പറ്റി നടക്കാതെ പോയത്? ശേഷം അടിയറവ് പറഞ്ഞേ അവർ അലിന ചേച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് പറയായിരുന്നു. അങ്ങനെ മിക്കവാറും അമ്മയും ചെയ്യേണ്ടി വരും. ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ വൈജ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് നീ അങ്ങ് കരുതിയാൽ മതി. നിന്റെ തള്ള പിന്നെ ഇല്ല. അങ്ങനെ വൈജ അവരോട് ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങിപ്പോവാണ്. ഈ സമയം കൃഷ്ണയും ബബി രോഹിയും കൂടെ ആലോചിക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും തെറ്റിദ്ധാരണ മാറിയിട്ടില്ല. ഈ സമയത്ത് രോഹിത് അവരുടെ കാര്യം പറയുന്നുണ്ട്. അച്ഛന് മുമ്പിൽ വെച്ച് അലീന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അവിടെ വെച്ച് അച്ഛൻ്റെ മകളല്ലെന്നാ ചേച്ചി പറഞ്ഞത്. അതുമാത്രമല്ല, ചേച്ചിക്ക് അച്ഛനമ്മ ആരാന്നറിയാം, പക്ഷെ അവർക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്തായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബി ചോദിക്കുകയാണ്. അപ്പോൾ അലിന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ? പിന്നെ ഈ പറഞ്ഞതൊക്കെ കള്ളമാണോ?
രോഹി പറയാണ്, എനിക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്താണേലും ഞാൻ പറഞ്ഞല്ലോ, DNA ടെസ്റ്റിന് ഞാൻ കൊടുത്തിരുന്നു. അതെന്തായാലും റിസൾട്ട് ഇന്ന് വൈകുന്നേരം കിട്ടും. അതോടുകൂടി എല്ലാ കള്ളവും പൊളിയും. ഞാൻ എൻ്റെ ആ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എൻ്റെ ചേച്ചിയാണോ എന്ന് എനിക്കറിയാമല്ലോ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് രോഹി താഴേക്ക് പോവാണ്. കൃഷ്ണമോൾ അപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രോഹിയുടെ DNA ആയിട്ട് എന്തായാലും മാച്ചാവുമല്ലോ. അതോടുകൂടി ഇവർ വിശ്വസിച്ചോളും. അമ്മയുടെ മനസ്സിലെ ആ കറയങ്ങ് മാറും. ബാബി ചോദിക്കുകയാണ്, നീ എന്താ ആലോചിക്കുന്നത്? ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും ചേച്ചി അച്ഛൻ്റെ മകൾ തന്നെയാണ്. DNA റിസൾട്ട് വരുമ്പം പോസിറ്റീവ് ആയിരിക്കും. അതോടുകൂടി അമ്മയുടെ ബഹളം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഒരിക്കലും മാറില്ല. അവിഹിതമാണെന്നൊക്കെ അമ്മ പറയുന്നത് അമ്മ ജയിക്കാൻ വേണ്ടിയാ. ശരിക്കും അച്ഛൻ്റെ മകളാന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായതാ. എന്നിട്ടും ചേച്ചിയെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരുടെ മുമ്പിൽ തോറ്റു പോകുമെന്നുള്ളൊരു ഭയം, പിന്നെ ചേച്ചിയോടുള്ള അടങ്ങാത്ത ശത്രുത, ഇതെല്ലാം കാരണം അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. പിന്നെ അച്ഛനാണെങ്കിലും അമ്മയെ വിട്ടു നിൽക്കുകയല്ലേ, അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. ശരിക്കും കൃഷ്ണേ, ഞാൻ പറഞ്ഞിട്ടെ, അച്ഛൻ കുറച്ചുകൂടി അമ്മയുടെ അടുത്തേക്ക് അടുക്കുന്നതല്ലേ നല്ലത്. കാരണം തെറ്റ് ചെയ്തത് അച്ഛനല്ലേ. ഇത്ര വർഷത്തിന് ശേഷം ഭാര്യ അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭർത്താവിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ, ഭാര്യയുടെ ഒരു വിഷമം ഉണ്ടല്ലോ, അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. ഒരുപക്ഷെ അച്ഛൻ മനസ്സൊന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ചേച്ചി. അതെന്താ അങ്ങനെ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും ഒരു സമാധാനമാവില്ലേ? അവരൊന്നിക്കില്ലേ? എന്തായാലും റിസൾട്ട് വരട്ടെ, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണ പോകുമ്പം ബബിത അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആവുകയാണേ. ഈ ഒരു സമയത്ത് DNA റിസൾട്ടും കൊണ്ട് രോഹി വരുന്നുണ്ട്. അപ്പം ബബിതയും വൈജയും അതുപോലെ കൃഷ്ണമോളും കൂടി അവിടെ ഹാളിൽ നിന്ന് ചായ കുടിക്കുകയാണ്. അങ്ങോട്ടേക്ക് രോഹി വന്നിരിക്കുന്നുണ്ട്. ദേ DNA റിസൾട്ട് കിട്ടി. എൻ്റെ ഫ്രണ്ടിന് ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഇത് കിട്ടിയത്. 7 ദിവസം കൊണ്ടാണ് അത് കിട്ടിയത്. ഇതൊന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ബബിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബബിതയുടെ മുഖത്ത് ഒരു ചിരി പടരുന്നുണ്ട്. അതുകൊണ്ട് വൈജ ആ പേപ്പർ തട്ടിപ്പറിച്ച് നോക്കുന്നുണ്ട്. രോഹിത്തിൻ്റെ DNA-യുമായിട്ട് 100% മാച്ചാണ്. ആലിനയുടെ DNA. കൃഷ്ണ കാണിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുകയാണ്. ഇത് കണ്ട് വൈജയ്ക്ക് കളി അടങ്ങുന്നില്ല കേട്ടോ. ഇപ്പോൾ അമ്മ എന്ത് പറയുന്നു? അമ്മയല്ലേ പറഞ്ഞത് ചേച്ചി മോശപ്പെട്ട ഒരു പെണ്ണാണ്, ചേച്ചിയാണ് അച്ഛനെ വിളയ്ക്കാൻ ശ്രമിക്കുന്നത്, അച്ഛൻ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്തെല്ലാം പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? മനസ്സിലായല്ലോ അമ്മയ്ക്ക് അച്ഛൻ്റെ മകളാ ചേച്ചിന്ന്. 23 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനറിയാൻ സംഭവിച്ചു പോയാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അന്ന് അച്ഛന് ഒരു കാമുകി ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും അച്ഛൻ അറിഞ്ഞില്ല. അവരാണെങ്കിലോ അതിന് അച്ഛനോട് പോലും പറയാതെ ഓർഫനേജിലാക്കി. പിന്നീട് അവരെക്കുറിച്ച് ഒരറിവില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ഈ കഴിഞ്ഞിടയ്ക്കല്ലേ അച്ഛൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ അച്ഛൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ ചോരയല്ലേ. പണ്ട് അമ്മയ്ക്ക് എങ്ങനെ സംഭവിച്ചെങ്കിൽ അമ്മ ഉപേക്ഷിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പം വൈജ ഒരു നിമിഷത്തേക്ക് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തെപ്പറ്റി ഓർക്കാണ്. മരിച്ച ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അമ്മ എന്താ മറുപടി ഒന്നും പറയാത്തെ? എനിക്കൊന്നും പറയാനില്ല. നീയൊക്കെ കൂടി അവളെ പുണ്യാളത്തിയാക്കാണല്ലോ. ഇപ്പം പിന്നെ സ്വന്തം ചേച്ചിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതോടെ എല്ലാം തികഞ്ഞില്ലേ? അമ്മയെന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ ആളുടെ പിടിവാശി കൊണ്ടാ അച്ഛൻ ചേച്ചിയെ ഇപ്പോൾ ആരുടെയോ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ജോലിക്കാരിയാക്കി നിർത്തിയിരിക്കുന്നത്. ഇത്രയും സ്വത്തും പണവും ഒക്കെയുള്ള അച്ഛന് അതിൻ്റെ ആവശ്യമുണ്ടോ? അമ്മയെന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടും അമ്മ ഒരാൾക്ക് വേണ്ടിയല്ലേ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അമ്മ അതിനെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? വേണ്ടടാ, എന്നോടൊന്നും പറയണ്ട. അവൻ്റെ DNA റിസൾട്ട് ഡെസ്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് റൂമിൽ കയറി കതവടച്ചിരിക്കുകയാണ് വൈജ. ഇതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ബാലേന്ദ്രൻ കാണുന്നുണ്ട്. അപ്പോൾ അലീന വൈജയുടെ മകൾ തന്നെയാണല്ലോ, അത് നമ്മുടെ ബാലിനറിയാമല്ലോ. പക്ഷെ ഇപ്പം തൻ്റെ സ്വന്തം മക്കൾ തൻ്റെ മകളാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാകുമ്പം അലീനെക്കുറിച്ച് ആരും ഒന്നും പറയില്ലല്ലോ. വൈജ പോലും മോശപ്പെട്ട് സംസാരിക്കില്ലല്ലോ. അതോർത്തുകൊണ്ട് അയാൾക്ക് ഭയങ്കര സമാധാനമാവുന്നുണ്ട്. ഈ സമയം വൈജ മുറിയിലിരുന്നുകൊണ്ട് ബാലേന്ദ്രൻ തൻ്റെ ചതിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അതുപോലെ തന്നെ അലീന സ്വന്തം മകളാണെന്ന് അറിഞ്ഞല്ലോ. ഇങ്ങനെ പോയാൽ അയാൾ തിരികെ ഉറപ്പായും അലീനെ കൊണ്ടുവരും. അലീന ഇപ്പോൾ ഒരു വീട്ടിലെ വേലക്കാരിയല്ലേ.
അധികം നാളെ അയാൾ അവിടെ പിടിച്ചു നിർത്തില്ല. എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവരും. ഇതിൻ്റെ ഒരു ഷെയർ പോകും, എൻ്റെ വീട്ടിലെ സ്ഥാനം പോകും. മൂത്ത മകളായി അവൾ കയറിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം മക്കളുടെ സ്ഥാനമായിരിക്കും ഈ വീട്ടിൽ ഇടിയാൻ പോണത്. അതാ മൂന്നെണ്ണത്തിന് പറഞ്ഞ് മനസ്സിലാവണ്ടേ? എല്ലാം പ്ലാൻ ചെയ്താ അവൾ സ്നേഹനികേയത്തിന് വന്നത്. എൻ്റെ അച്ഛനെ വിളിച്ച് മിക്കവാറും ബ്ലാക്ക് മെയിൽ ചെയ്ത് കാണും. എന്നോട് പറയുമെന്ന് പറഞ്ഞായിരിക്കും അവൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂടിയത്. അങ്ങനെ ബാലൻ്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാ അവളുടെ തീരുമാനം. ഒന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോഴായിരിക്കും അവൾ മനുവിനെ വളച്ചെടുത്തത്. പിഴച്ചവള്. അവക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവക്കിട്ടല്ല, ആദ്യം എൻ്റെ ഭർത്താവിനുള്ള പണിയാണ് കൊടുക്കേണ്ടത്. അതേ പിന്നാലെ മതി അവക്കിട്ടുള്ള പണി എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഒരു ഫോൺ ചെയ്യാണ്. വേറെ ആരെയുമല്ല, റെയ്ഡ് ചെയ്യാനുള്ള ആളെയാണ് കേട്ടോ വിളിക്കുന്നത്. ബാലേന്ദ്രൻ്റെ സ്വർണ്ണക്കടയിലും അതുപോലെ വീട്ടിലും ഒരുപാട് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും ലീഗൽ എവിഡൻസ് ഇല്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചീർ പാഞ്ഞുകൊണ്ട് വിജിലൻസ് ഓഫീസേഴ്സ് എല്ലാം കയറി വരാണ്. ഇവരെ കണ്ടുകൊണ്ട് കൃഷ്ണനെയൊക്കെ പേടിച്ചു പോകുന്നുണ്ട്. ആരാ എന്താണെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ വിജിലൻസ് ഓഫീസിൽ നിന്നാണ്. എല്ലാവരും ഫോണൊക്കെ താന്ന് പറഞ്ഞാൽ ഫോൺ പിടിച്ച് മേടിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ മുകളിൽ നിന്നുകൊണ്ട് ആരാ മോളെ എന്ന് ചോദിക്കുമ്പം അച്ഛാ വിജിലൻസ് ഓഫീസിൽ നിന്നാ റെയ്ഡാണെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പം സാറില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അവിടെ ഇരുന്നോ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട് മുഴുവനും അരിച്ചു പറക്കുന്നുണ്ട്. ഒന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് കുറച്ച് ടീമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയിലും ഹാർഡ്വെയർ ഷോപ്പിലും തുണിക്കടയിലൊക്കെ പോയിരുന്നു കേട്ടോ. അവിടെ നിന്നും ഇല്ലീഗലായിട്ട് ഒന്നും കണ്ടില്ല. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാ ട്രാൻസാക്ഷൻസും അതുപോലെ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങളും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. കൃത്യമായി എല്ലാത്തിനും ടാക്സ് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് ആയിട്ടും നമ്മുടെ ബാലേന്ദ്രൻ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നിലും ഒരു കള്ളത്തരം പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊന്നും പറയാനുമില്ല. ഇവരോട് വന്നിട്ട് സോറി മിസ്റ്റർ, ഞങ്ങൾക്കൊരു അനോണിമസ് കോൾ വന്നു. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഷോറൂമിലുമൊക്കെ നിങ്ങൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ ഒളിച്ചു വച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ലേഡിയുടെ കോൾ വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, ക്ഷമിക്കണം എന്ന് പറയുമ്പം ആരാണ് കോൾ ചെയ്തതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അയ്യോ സോറി, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കംപ്ലൈൻറ്റ് എന്ന ആളെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛാ, ഞങ്ങളാകെ പേടിച്ചു പോയി. എന്തിന്? നിങ്ങളെ ബിസിനസ്സുകാരൻ്റെ മക്കളാ. നാളെ നിങ്ങളും ഇതേ പൊസിഷനിലേക്ക് എത്തും. അപ്പം എങ്ങനെ പേടിച്ചിരുന്നാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് നിങ്ങളിതെല്ലാം കണ്ട് ശീലിക്കണം. സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാലേ ആരെയും ഒന്നിനും പേടിക്കണ്ട. അച്ഛൻ ഇത്രയും വർഷമായിട്ട് ഈ ബിസിനസ്സൊക്കെ ചെയ്യാം. ഇന്നേ വരെ ഒരു രൂപയുടെ കള്ളത്തരം അച്ഛൻ കാണിച്ചിട്ടില്ല. അച്ഛൻ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ട് ആവശ്യത്തിനുണ്ടാക്കുന്നുണ്ട്. പിന്നെ കള്ളത്തരം കാണിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ലച്ചാ, ആരായിരിക്കും ആ ഒരു കോള് ചെയ്തത്? അനോണിമസ് കൊള്ളാന്നല്ലേ പറഞ്ഞത്, ഒരു ലേഡിയാണെന്ന് പറഞ്ഞു. ആരായിരിക്കും? സംശയം എന്താ, നിൻ്റെയൊക്കെ തള്ള തന്നെ. ഇത് ഒളിഞ്ഞു നിന്ന് വൈജ കേൾക്കായിരിക്കും. വൈജ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അമ്മ അങ്ങനെ പറയുവച്ചാ, പറഞ്ഞാൽ അത് അമ്മയ്ക്കൂടെയല്ലേ ദോഷം. നമ്മുടെ കമ്മിൽ എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ ആകപ്പാടെ ബാധിക്കില്ലേ? അതമ്മയ്ക്ക് അറിയാലോ. നിൻ്റെ അമ്മയ്ക്ക് അതറിയാന്ന്. അപ്പോഴേക്കും ബാബിയോട് രഹസ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നീ പോയിട്ടെ അവളുടെ ഫോൺ എങ്ങനെയും അടിച്ചോണ്ട് വരാൻ നോക്ക്, അപ്പം അറിയാം. ശരിയച്ചാ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്. പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഇടുന്നുണ്ട്. എന്നാൽ നമുക്കെല്ലാം ചായ കുടിക്കാം എന്നിങ്ങനെ ബാലന് പറഞ്ഞത് അകത്തിരുന്നിട്ടുള്ള കേൾക്കുമല്ലോ. ഇവർ ചുമ്മാ നാടകം കളിക്കുകയാണേ. ബാബുജി ഈ സമയം പോയി ഡോറിന് മുട്ടാണ്. അമ്മേ, ദേ ചായ അവിടെ കാണാൻ വെച്ചിട്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് വൈജ കലിപ്പിച്ച് പറയുമ്പം ഈ ഒരു ചായ അവിടെ വെക്കുന്ന കൂട്ടത്തിൽ പതിയെ ഫോണും അടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ലോക്ക് അഴിച്ചിട്ട് ഇങ്ങനെ ആ നമ്പർ കാണിക്കുകയാണ്. അതിലേക്ക് കോൾ ചെയ്ത് സ്പീക്കറിൽ വെക്കുമ്പം മേഡം അല്ലേ വിളിച്ച് പറഞ്ഞത്? അവിടെ എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ കയ്യിൽ ടാക്സ് എടുക്കാത്ത പണവും സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് അവിടെ 1 രൂപ പോലും കിട്ടിയില്ല. വെറുതെ ഞങ്ങളുടെ സമയം കളഞ്ഞാനേ ഞങ്ങൾ എന്തായാലും ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കട്ടാക്കാണ്. ഈ സമയത്ത് വൈജ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടേ. വൈജ ഒന്ന് ഞെട്ടുന്നുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്
ഞാനപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളുടെ തള്ളയായിരിക്കുമെന്ന്. ഇമ്മാതിരി കുബുദ്ധിയും ഇമ്മാതിരി അഹങ്കാരമൊക്കെ നിങ്ങളുടെ തള്ള മാത്രമേ കാണിക്കുകയുള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ബാലൻ എണീച്ചെന്നുകൊണ്ട് ഉറക്കെ പറയുന്നുണ്ട്, നീ എന്തൊക്കെ വേണേലും എന്നോട് ചെയ്തോടി, എനിക്ക് ഒരു കുഴപ്പമില്ല. ബാലനെ ഇന്നേ വരെ സത്യസന്ധമായിട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിപ്പോഴും അങ്ങനെ, പണ്ടും അങ്ങനെ. പറ്റിച്ചവരും ചതിച്ചവരും ഒക്കെ വേറെയുണ്ട്. അവരെല്ലാവരും മുമ്പിൽ ഞെളിഞ്ഞ് വലിയ പതിവ്രത ചമഞ്ഞ് നടക്കുക. ഒരു ദിവസം എല്ലാം പൊട്ടും, ബലൂണ് പോലെ പൊട്ടിത്തെറിക്കും. അന്ന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതുവരെ നീയൊക്കെ ആഘോഷിക്ക് എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഇവരിടയിൽ മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ എന്തൊക്കെയോ എപ്പോഴും മറിച്ചിട്ട് സംസാരിക്കാം. അച്ഛൻ്റെ മകളായില്ലേ ചേച്ചി, അത് ശരിയാ, ഇപ്പം നമുക്ക് തെളിഞ്ഞല്ലോ. പക്ഷെ അമ്മേനെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട്. അമ്മയോട് ഇത്ര കലിപ്പ് കാണിച്ച് അകറ്റി നിർത്തണമെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാവുള്ളൂ. കഥക് തോന്നിട്ട് വഹിച്ച ചീറിപ്പാഞ്ഞ് വീഴുന്നുണ്ടേ. നീ ചായം കൊണ്ട് വന്നത് എൻ്റെ ഫോൺ എടുക്കാനല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോൺ പിടിച്ചു മടിക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, കഷ്ടം തന്നെ. സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് സ്വന്തം വീട് തന്നെ കിളച്ച് മണ്ണും മാതി നോക്കുകയാണല്ലോ അമ്മ. കഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള കുഴിതുകൊണ്ട് വേണോ അമ്മ? നിന്റെ അച്ഛനട്ടെ ഒരു പണി കൊടുക്കണം തോന്നി, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ എന്തായി? ആർക്കാ പണി കിട്ടിയത്? അവർ പറഞ്ഞത് കേട്ടില്ലേ? സമയം നഷ്ടപ്പെടുത്തിയതിനും ഫേക്ക് കോൾ ചെയ്തതിനും അമ്മയുടെ പേരിലെ അവർ ആക്ഷൻ എടുക്കുമെന്ന്. എന്തായാലും കുറേ പൈസ അമ്മയുടെ പൊട്ടും. സാരമില്ലടി, അത് സാരമില്ല. ഞാനതങ്ങ് സഹിച്ചു. അമ്മേനെ എത്ര പറഞ്ഞാലും അമ്മേനെ തിരുത്താൻ ആർക്കും പറ്റില്ല. ആര് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരു കൂസലുമില്ല. അമ്മ ഒരു കാലത്തും അനുസരിക്കില്ല. അമ്മയുടെ കൂടെ പിറപ്പാ അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും ഇതിലെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നും പറഞ്ഞ് കൃഷ്ണ കളിയാക്കുമ്പോൾ ഫോണും കൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് വൈജ. നീയൊക്കെ നോയിക്കോടി, ആ അലീനയും നിന്റെ അച്ഛനും കൂടി അവസാനം നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ മൂത്ത മകള് അവളാണെന്ന്. സർവ്വ അധികാരങ്ങളും സ്വത്തുക്കളും അവക്കായിരിക്കും. നിങ്ങൾ 3 പേരും അവസാനം വഴിയെടുത്ത് പിച്ചെടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയാണ്, ചേച്ചിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി ആരാണെന്നും എങ്ങനത്തവളാണെന്നും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതാ. ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ആവശ്യമുള്ള പണം അമ്മയുടെ ആങ്ങളമാരന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോദിക്കുവാണേ ഇനി ഇട്ട് കൊടുക്കും, അച്ഛനും കൊടുക്കും. പക്ഷെ അതൊന്നും വേണ്ടെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നേ. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്കമ്മേ. ഡീ, നീ കൂടുതലും നന്നാക്കാൻ വരണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നിന്റെ തന്തയോട് അത് നന്നാവാൻ പറ. എന്നിട്ട് മതി എൻ്റെ അടുത്തേക്ക്. കയറിപ്പോയി ഡോറ് വലിച്ചടക്കുകയാണ്. ഭാബി പറയുന്നുണ്ട്, നീ എന്തിനാ അമ്മയോട് മത്സരിക്കുന്നേ? എത്ര പറഞ്ഞാലും ആ തല്ലോട്ട് കയറില്ല. എന്തായാലും അച്ഛൻ അങ്ങനെ സംഭവിച്ചു പോയി. അതിനുവേണ്ടി ഇപ്പോൾ അമ്മ പിണങ്ങിയിരിക്കുന്നത് ശരിയാണോ? ചേച്ചിയെ കൊണ്ടാക്കാൻ പറഞ്ഞു, അച്ഛനാക്കുകയും ചെയ്തില്ലേ? ഒരു വേലക്കാരിയെ പോലെ ഏതോ വീട്ടിൽ പോയി കഴിയല്ലേ? അതെങ്കിലും ആ അമ്മ ചിന്തിച്ചോ? നമ്മുടെ അച്ഛൻ്റെ മകളല്ലേ, എന്നിട്ട് പോലും അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ? അത് അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എന്നിട്ടും ഈ അമ്മ എന്താ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ഛേ, ഈ അമ്മയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? സ്നേഹത്തോടെ സമാധാനത്തോടെ ഇവിടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചി. നമ്മുടെ അമ്മയുടെ സ്വഭാവം പണ്ട് മുതൽക്കേ അങ്ങനെ തന്നെയാണ്. ആങ്ങളമാരെ പറഞ്ഞിട്ട് പോലും കേട്ടില്ല, പിന്നല്ലേ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാൻ? ഭർത്താവിനെ പുല്ല് വിലയാ, പിന്നെ എന്ത് ചെയ്യാൻ? ഇതിങ്ങനെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അകത്തിരുന്നുകൊണ്ട് കേട്ടുകൊണ്ട് വൈജ ഇങ്ങനെ കട്ടിലിൻ്റെ ബെഡിങ്ങനെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്നുകൊണ്ട് മുകളിലിരുന്ന് ബാലനും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. മക്കളും നമ്മളുടെ സ്വഭാവം മനസ്സിലാക്കിയതോർത്ത് അയാളും അവിടെ പുച്ഛിച്ച് ചിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, അലീന, നീ കാരണമാണ് ഇപ്പം ഇതെല്ലാം സംഭവിച്ചത്. നിനക്കിവിടുന്ന് പോകണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്കും അവകാശപ്പെട്ട വീടായത്. അവൾക്ക് വേണ്ടി ഇപ്പം നീ പോയെന്നും പറഞ്ഞ് അവൾ ഭയങ്കര സംഭവമാണെന്ന് കരുതി ഇരിക്കുക. അവളുടെ ഈഗോയും അഹങ്കാരം ജയിച്ചു എന്നും പറഞ്ഞ് അവൾ ഇരിക്കുക. നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ സ്വയമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണയും ബബിതയും രോഹിയും കൂടി പഠിക്കാനായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ചാനലിൽ ഞാൻ എപ്പിസോഡ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന സ്റ്റോറീസാണ് കേട്ടോ കൂടുതലും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പും ലൈക്കോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.